few chapters number. So Lamentations 5. Lamentations 5 ഒരു പക്ഷേ this might be the most helpless prayer in the Bible. I don't want to compare with the Gethsemane prayer because that's a prayer of Jesus. Surely that was more desperate. കാരണം നമുക്കറിയാം സ്കിന്നിലൂടെ ബ്ലഡ് വന്നു. മനുഷ്യൻ പ്രാർത്ഥിച്ചതിൽ ഏറ്റവും ഡെസ്പറേറ്റും പ്രാർത്ഥിച്ചാക്ക് വളരെയധികം പ്രയാസം ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥന. We'll read it. ആ പ്രാർത്ഥിച്ചപ്പോ ആ വ്യക്തിയുടെ the situation in which he went through. ഞാൻ രണ്ടൊന്ന് വാക്യം വായിക്കുക. Chapter 1 verse 16 ഇങ്ങനെ പറയുന്നത്, For these things I weep. My eyes run down with water. Because far from me is a comfort. ആശ്വസിപ്പിക്കാൻ ഒരു രീതിയിലും പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ. Verse 20, chapter 1 verse 20. See, O Lord, for I am in distress. My spirit is greatly troubled. My heart is overturned within me. ജെറമയയുടെ ഒരു മാനസികാവസ്ഥ അനുഭവിക്കുന്ന വേദന എന്ന് ഓർക്കാം. ഈ സമയങ്ങളിലെല്ലാം ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ചാപ്റ്റർ 3 verse 8. നമുക്ക് പലർക്കും ഇതൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. Even when I cry out and call for help, he shuts out my prayer. കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോ നീ എന്റെ പ്രാർത്ഥന കേൾക്കുക പോലും ഇല്ല. മലയാളത്തിൽ എങ്ങനെ മനുഷ്യജി എടുത്തൊന്ന് വായിക്കുക. 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എന്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു. 14-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ എന്റെ സർവ്വജനത്തിനും പരിഹാസവും ഇടവിടാതെ അവരുടെ പാട്ടുമായി തീർന്നിരിക്കുന്നു. അവർക്ക് മുമ്പിൽ ഒരു പരിഹാസ പാത്രമായി മാറി. പരിഹാസപ്പാട്ട് അവർക്ക് പാടാനൊരു കാരണം. 3-ാം അധ്യായം അതിന്റെ 48-ാമത്തെ വാക്യം. My eyes run down with streams of water. എന്റെ ജനത്തിൻ പുത്രിയുടെ നാശ നിമിത്തം നീർത്തോടുകൾ എന്റെ കണ്ണിൽ നിന്നൊഴുകുന്നു. 49. My eyes pour down unceasingly without stopping. എന്റെ കണ്ണ് ഇടവിടാതെ പൊഴിക്കുന്നു, ഇളയ്ക്കുന്നതുമില്ല. എന്തിനാ ഞാൻ ഇതൊക്കെ വായിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് God permits us to go through those kind of situation because God is preparing a prayer to come out of your belly which will change the world. Amen. അങ്ങനെ ഒരു അവസ്ഥയിൽ ജെറമായ കൊണ്ടെത്തിച്ചാൽ മാത്രമേ 5-ാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥന വരുത്തുള്ളൂ. ആ പ്രാർത്ഥനയെ 70 വർഷത്തിന് ശേഷം ഒരു ദേശത്തിന്റെ വിടുതലിനായിട്ട് ദൈവം ഉപയോഗിക്കാൻ പോകുന്നു. ചില പ്രാർത്ഥനയൊക്കെ ചിലരെ പ്രാർത്ഥിപ്പിക്കാൻ അവരെ ചില വഴി കൊടുക്കാൻ വിടും. നമുക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടം, പക്ഷെ വഴി ഇഷ്ടപ്പെടില്ല. But that's a journey that he took. ജെറമായ ദൈവം വിട്ട വഴി അതാണ്. ഓർത്ത് നോക്കിയ ഡാനിയേല്, എസെക്കിയേല് എല്ലാരും ക്ലെയിം ചെയ്തത് ആര് പറഞ്ഞ വാക്യമാണ്? ജെറമായ പറഞ്ഞ വാക്യം. കാരണം ജെറമായ അങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 10-100 വർഷത്തേക്ക് ആൾക്കാരുടെ ആശ്രയം ഈ ഒരു പാവം പിടിച്ച മനുഷ്യന്റെ പ്രാർത്ഥനയും വാഗ്ദത്തവും. It's all about that. Because he went through that pain. 55-ാം വാക്യം, 3-ന്റെ 55. ഞാൻ ആഴമുള്ള കുന്തറയിൽ നിന്ന് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നു. The lowest pit. The lowest pit. You have heard my voice. Don't hide your ear from my prayer for relief. 4-ന്റെ 17. ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന രീതിയും വ്യർത്ഥ സഹായത്തിനായി നോക്കി ഞങ്ങളുടെ കണ്ണിപ്പോഴും മങ്ങുന്നു. രക്ഷിപ്പാൻ കഴിയാത്ത ജാതിക്കായി ഞങ്ങൾ ഞങ്ങളുടെ കാവൽ മാളികയിൽ കാത്തിരിക്കുന്നു. എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരിടത്തുനിന്ന് ഒരു സഹായവും വരുന്നു. This is the state in which he prayed this prayer in chapter 5. ഈ 5-ാം അധ്യായത്തിൽ വലിയൊരു പ്രത്യാശയുടെ ഒരു പ്രാർത്ഥനയൊന്നും അല്ല കേട്ടോ. വലിയ പ്രത്യാശയുടെ ഒരു പ്രാർത്ഥനയൊന്നും അല്ല.
It is a truthful prayer of തകർന്നു പോയ ഒരു മനുഷ്യന്റെ വേദന. ആ പ്രാർത്ഥന. We'll read that verses. Chapter 5 verse 1. വായിക്കുന്ന കൂട്ടത്തില് I'll just tell few thoughts. And that's what we're going to learn. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ദൈവം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ ചില വഴി കൂടെ നടത്തും. അതിനും കൂടെ തയ്യാറായിരിക്കണം. ഹന്നെ ദൈവം ഒരു വഴി കൂടെ അച്ഛനോട് പറഞ്ഞത്. വർഷം തോറും വിട്ടതും കൊണ്ടാണ് 1:1 ഉണ്ടായത്. അല്ലേ? So God permits some things in our life to prepare us that there are some ചരിത്രം കുറിക്കുന്ന രീതിയിലുള്ള ചില പ്രാർത്ഥനയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. അതൊരു വേദനയുള്ള യാത്രയാണ്. അതങ്ങനെ എളുപ്പമൊന്നും ഉണ്ടാകത്തില്ല. Remember, O Lord, what has befallen on us. Look and see our reproach. പ്രാർത്ഥിക്കുക. Our inheritance has turned over to strangers. Our inheritance has turned over to strangers. Our houses to aliens. We have become orphans without father. Our mothers are like widows. We have to pay for our drinking water. കാരണം എന്നറിയോ? ഇനി ഒരു പ്രതീക്ഷയില്ല. കാരണം യെരുസലേമിൽ ഒരു ടെമ്പിൾ ഇല്ല. ജെറുസലേം ഇല്ല, കത്തിച്ചു. ഒരു മനുഷ്യൻ അവിടെ ബാക്കിയില്ല. അവിടെ ബാക്കിയുള്ളവര് our wood comes to us at a price. ഒരു മരം വെട്ടാൻ പോലും ആ സ്ഥലം ആരാ ഓൺ ചെയ്തത്? ശത്രു. Our pursuers are at our neck. We are worn out. There is no rest for us. We have submitted to Egypt and Assyria to get enough bread. ബാബിലോൺ നാശമാക്കിയപ്പോ പണ്ടത്തെ ശത്രുവിനെ എടുത്തേന്ന് അല്പം ഭക്ഷണം കിട്ടും. Our father said, and I know more. അന്നേരം പറയായിരുന്നു, എന്റെ കർത്താവെ എന്നെ കൈവിട്ടേന്നല്ല ജനമായ പ്രാർത്ഥിച്ചത്. പിതാക്കന്മാർ പാപം ചെയ്തു, അവരുടെ പാപം ഞങ്ങൾ ചുമക്കുന്നു, അവര് ബാക്കിയില്ലതായി. It is we who have borne their iniquities. Slaves ruled over us. There is no one to deliver us from their hand. I just want us to be very honest in our prayer. പ്രിറ്റൻഡ് ചെയ്തില്ല. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ? എന്റെ കർത്താവ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പ്രാർത്ഥനയിൽ പറയാം. പബ്ലിക് പ്രേയറിൽ പറയണ്ട, കാരണം ആൾക്കാർ ഡിസ്കറേജ് ആവും, കേൾക്കുന്നവര് ധൈര്യപ്പെടുമല്ലോ. പേഴ്സണൽ പ്രേയറിൽ ബി ഓണസ്റ്റ് ലൈക്ക് ജെറമായ. ദൈവത്തോട് പറയുന്നുണ്ട്, we get our bread at the risk of our lives because of the sword in the wilderness. Verse 10. Our skin has become as hot as oven because of the burning heat of famine. They ravished the women in Zion, the virgins in the cities of Judea. Princes were hung by their hand. Elders were not respected. Young men worked at the grinding mill. Their youths stumbled under the loads of wood. Elders have gone from their gate. Young men from their music. The joy of our heart has ceased. Our dancing has been turned into mourning. The crown has fallen from our heads. Woe to us, for we have sinned. Because of this, our heart is faint. Because of these things, our eyes are dim. Because of the Mount Zion, which lies desolate, foxes crawl in it. ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. ഒറ്റയൊരിടത്തെങ്കിലും എന്റെ കർത്താവെ നീ എന്തിനാ ഇത് അനുവദിച്ചെന്ന് പറഞ്ഞു. നീ എന്നാ കേൾക്കാതിരിക്കുന്നത്? നീ എന്താ എത്ര മറുപടി പറയാം? There is a difference between describing in detail
what you are going through and being honest versus blaming God. You understand? ഒത്തിരി വ്യത്യാസം. എന്റെ അർത്ഥം എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയാണ്. That is different from കർത്താവ് ഇതെല്ലാം നീ കണ്ടിട്ട് നീ എന്നെ ചുമ്മായിരിക്കുന്നു, നീ എന്തിനാ ഇത് അനുവദിച്ചു. That is very different. We have to be very honest. ഇത്രയുണ്ട്. ഈ പറഞ്ഞ ഒറ്റ കാര്യം വേദന അറിയത്തില്ലായിരുന്നു. ഈ 18 വാക്യങ്ങളിൽ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ കർത്താവിന് അറിയത്തില്ലായിരുന്നു. കർത്താവിന് അറിയാം. But Jeremiah described in detail. Be honest in your prayer. നമ്മുടെ വാക്കിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ദൈവം മറുപടി തരുന്നത്. See, many times അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. And we actually misunderstand that. ഞാനങ്ങ് വിശ്വസിക്കുന്ന എനിക്ക് കിട്ടി എന്ന് പറയുമ്പോൾ കിട്ടി എന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഈ പ്രാർത്ഥന തീർക്കുന്ന ഒന്ന് ഓർത്താണ്. I want us to understand this. നമ്മൾ 21 വാക്യം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചല്ലേ, restore us, O Lord, that we may be restored. Renew our days as a whole. അവിടെ അല്ല പ്രാർത്ഥന തീരുന്നു. Unless you have utterly rejected us and are exceedingly angry. ഇത്ര നിഷ്കളങ്കമായി ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പിതാവിനോടുള്ള സംസാരം ഈ ദിവസങ്ങളിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. To be very honest. We are not changing the heart or anything by our eloquence of prayer. പച്ച മനുഷ്യനെ എന്റെ കർത്താവ്, this is what I feel, this is what I'm going through. But one thing is that verse 19, ഇതിന്റെ എല്ലാം മധ്യേ you, O Lord, rule forever. Your throne is from generation to generation. എനിക്ക് മനസ്സിലായില്ലേലും നീ പൂർണ്ണ നിയന്ത്രണത്തിൽ. Even if I don't understand what is going on and why it is going on and how long it is going on, one thing I know, you rule over, you are sovereign, you are in control, even if I am not understanding. Why do you forget us forever? Why do you forsake us so long? See, I was just thinking, ജെറമായ പറഞ്ഞ പ്രവചനത്തിന്റെ പൂർത്തീകരണം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ജെറമായക്ക് രാജാവിന്റെ കയ്യിൽ നിന്ന് ഫേവർ കിട്ടി പാലസിലെ താമസിക്കുന്നു. ആണെ എന്റെ സ്വന്തം കാര്യം നോക്കിയപ്പോഴേ ഒരു പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിന്റെ പൂർത്തീകരണം സ്വന്തം ആയുഷ്കാലത്ത് കണ്ടവര് വളരെ ചുരുക്കമുള്ളൂ. അതിലൊരാളാ ജെറമായ. നമ്മള് ജെറമായയുടെ സ്ഥാനത്ത് അന്നോട്ട് ഇറങ്ങിട്ട് വരും. ഞാൻ അന്നേരെ പറഞ്ഞില്ലേ, ഈ മനുഷ്യൻ ആ ജനത്തിനോടുള്ള ഭാരമുള്ളത് കൊണ്ടാ ദൈവം ഈ പ്രവചനങ്ങൾ ഈ മനുഷ്യന് കൊടുക്കാൻ പറ്റും. It was not about him. It was God and his people. അതാ സഹിക്കാൻ വയ്യാത്ത വേദന. He was crying out in the verse 21. ഞാൻ അത് പറയാനായിട്ടാണ് ഇന്നത്തെ പ്രസംഗം. Restore to us you, O Lord, that we may be restored. Renew our days as a whole. ആ ഒരു വാക്യം, what is that? എന്താണ് ആ ഒരു വാക്കിന്റെ അർത്ഥം? Renew our days as a whole. ഏത് ഡേയ്സിനെ കുറിച്ചാണ് ജെറമായ പറഞ്ഞത്? ഗ്ലോറി ഓഫ് ദി ടെമ്പിൾ ഉണ്ടായിരുന്ന സമയം. പക്ഷെ ആ തലമുറ അത് കണ്ടിട്ടില്ല. ആ തലമുറ അത് കണ്ടിട്ടില്ല. കാരണം അവര് വന്നപ്പോ തൊട്ടേ അവര് മൊത്തത്തില് പാവത്തിലേക്ക് പോയി. ആ തലമുറ മൊത്തം പോയത്. ആ തലമുറ കണ്ട നന്മയെ കുറിച്ചല്ല പറയും. യഥാർത്ഥ വർഷിപ്പ് ഡേവിഡിന്റെ കാലത്ത് ടെമ്പിൾ ഉണ്ടായിരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് പഴയ കാലം പോലും നല്ലൊരു കാലം തരണമെന്ന് പറയുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു അധ്യായമുണ്ട്. ഏതാണെന്നറിയാം? അപ്പോസ്തല പ്രവൃത്തി 2 നടന്നതുപോലെ, അപ്പോസ്തല പ്രവൃത്തി 4 നടന്നതുപോലെ. അല്ലാതെ ഞാൻ പണ്ട് എന്താ പറയണ്ട ചെന്നൈയിലായിരുന്നപ്പോ പോലെ അതല്ല. ലൈക്ക് വാട്ട് ഹാപ്പൻഡ് ഇൻ ആക്ട്സ് 2. ആ പഴയ കാലം പോകും. നമ്മുടെ പഴയ കാലം റെഫറൻസ് നമ്മുടെ നല്ല കാലമല്ല, വേദോത്സവം പറഞ്ഞിട്ടുള്ള നല്ല കാലം. നല്ലൊരു കാലം സഭയ്ക്ക് ഉണ്ടായിരുന്നില്ലേ?
Acts 2 was so beautiful, right? ഏതാ ഏറ്റവും നല്ല കാലം? നമുക്ക് ഓരോരുത്തർക്കും പലതായിരിക്കാം. It can be different for us. പക്ഷെ pick that portion from the Bible. ഞാൻ അതേ പറയാം. നിങ്ങൾക്ക് ടൈറ്റസ് ആണോ ഇഷ്ടം? ടൈറ്റസ് 1 എല്ലാരും ഹൗസ് ചർച്ച് ആയിട്ട് കൂടി നല്ലൊരു സമയം. ഫിലിപ്പിയനിൽ പറഞ്ഞ നിങ്ങൾ ഭയങ്കരമായിട്ടും സാക്രിഫിഷ്യലി ഗിവ് ചെയ്യും. ഏതാ? യു ക്യാൻ പിക്ക് യോഴ്സ്, ബട്ട് പിക്ക് വാട്ട് ഈസ് ദെയർ ഇൻ ദ ബൈബിൾ. 3 കാര്യങ്ങളാണ് ബൈബിൾ. റിന്യൂ അവർ ഓൾഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഡിഫൈൻ വാട്ട് യുവർ ഓൾഡ് ഡേയ്സ് ആർ. ഓക്കെ. നമ്പർ 2, restore us, O Lord, that we may be restored. മലയാളത്തിലെ വാക്യം ഒന്ന് വായിക്കാം ചേച്ചി. 21. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് മടങ്ങി വരണം. എങ്ങോട്ടാ വരേണ്ടത്? നിങ്ങളിലേക്ക് മടക്കി വരും. കർത്താവിലേക്ക്. കേട്ടോ പറഞ്ഞു. ഞാൻ എങ്ങോട്ടാ മടങ്ങി വരേണ്ടത്? കർത്താവിലേക്ക്. കർത്താവിലേക്ക്. സോ റിസ്റ്റോർ ചെയ്യുമ്പോ എങ്ങോട്ടാ വരേണ്ടത്? കർത്താവിന്റെ അടുക്ക്. നമ്മളിപ്പോ ഇന്ന് വർഷിപ്പിന്റെ കാര്യം നമ്മൾ കേട്ടു, അന്ന പ്രാർത്ഥിക്കുന്ന കേട്ടു. എല്ലായിടത്തും ഒരു സാക്രിഫിഷ്യൽ സറണ്ടർ, so they can be with the Lord and they can be like the Lord. അതായിരുന്നു അല്ലേ? അതായിരുന്നു. So they all will let it go. There are things in their life where there can be restored. They can return to the Lord. They can return to the Lord. ഇതായിരുന്നു ജെറമായയുടെ primary message even after falling. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. And I want you to memorize that verse. കേട്ടോ. Chapter 3 verse 40. Chapter 3 verse 40. Let us examine our ways and test them, and let us return to the Lord. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ നമ്മുടെ നടപ്പ് നമ്മൾ ശോധന ചെയ്യണം. എന്തിനാ? യഹോവയുടെ അടുക്കലേക്ക് തിരിയാൻ. മടങ്ങി വരാനായി. See, this is nice. I think in NKJV it is written, examine ourselves so that our ways we can return. Chapter 3 verse 14. Shona. Right. Can you read? Chapter 3 verse 40. Let us examine and probe our ways, and let us return to the Lord. അതാണ് ആരാഞ്ഞ് ശോധന ചെയ്യണം. നമ്മുടെ വഴി നമ്മളൊന്ന് ആരാഞ്ഞ് ശോധന ചെയ്യണം. ഒരു ഭയങ്കര ശക്തമായിട്ട് ഒരു എക്സാമിനേഷൻ നടത്തണം. നമ്മളൊരു ആശുപത്രി പോയ പറയത്തില്ലേ, ആ ഡോക്ടർ ശ്രദ്ധിച്ചൊന്നും നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് ചുമ്മാ നോക്കി വിട്ടതേ ഉള്ളൂ അല്ലേ? ഞാനും പറയാം. ഇവിടെ പ്രൈമറി എല്ലാം അങ്ങനെ. ഇപ്പൊ എല്ലാം അങ്ങനെ ജസ്റ്റ് ചുമ്മാ തൊട്ട് നോക്കി അങ്ങനെ വിടും. What are we expecting? We want our doctor to review and examine us in a way that ഒരു കുഴപ്പവും കണ്ടുപിടിക്കാതിരിക്കും. എല്ലാം കണ്ടുപിടിക്കണം. So when we are examining ourselves, we need to probe and find if there is any way that I am not with you. എന്തിനാ ഇതെല്ലാം? To return back. So ഈ ദിവസങ്ങളിൽ ആ രീതിയിൽ നിഷമോള് പറഞ്ഞ പോലെ നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗ്ഗസ്ഥനായ ദൈവത്തിലേക്ക് ഉയർത്തുക. These 5 chapters are so. ഒരു മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യൻ വേദനയിൽ കൂടെ പോകുമ്പോൾ ആത്മാർത്ഥ സംസാരിക്കുന്ന ഒരു സംസാരം. ഞാൻ പറഞ്ഞത് ഒരു ഫ്യൂണറൽ സോങ്. And how he is telling കർത്താവ്, ഇതാ ഞങ്ങളുടെ അവസ്ഥ. ഒക്കെ വായിക്കുമ്പോൾ ഓർക്കണം കേട്ടോ, ഇതാ ഞങ്ങളുടെ അവസ്ഥ, ഇതാ ഞങ്ങൾക്ക് പറ്റിയത്, പക്ഷെ ഞങ്ങൾക്ക് ഇതാ ചെയ്യേണ്ടത്. ലൈക്ക് ഒരു കൊച്ചു കുഞ്ഞു വന്ന് കർത്താവിനോട് പറയുന്നത്, കർത്താവ്, this is what I'm going through and I know this happened because of this, but Lord, I want to do this. നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കും? So let's pray. So 3 key words I want to say. God to reign in our life, God to restore us that we will return to Him, God to renew our life that we will have a time like the olden times. Okay? God to reign in our life. Reign. God to reign. എന്ന് പറഞ്ഞ എല്ലാവരും കൂടെ ചേർന്ന് അതെങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? നമ്മൾ എക്സാമിൻ ചെയ്യണം, പ്രോബ് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. എക്സാമിൻ ചെയ്യണം, പ്രോബ് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. 2, റിസ്റ്റോർ. എന്തിനാ റിസ്റ്റോർ ചെയ്യുന്നത്? സോ ദാറ്റ് I will come back. I will come back to you. Number 3, renew. That's what? How? ലോകത്തിലുള്ള ഒരാളെ പോലല്ല. ലൈക്ക് ഓൾഡൻ ടൈം. ആ ഓൾഡൻ ടൈം എന്തുവാ? Acts 2. എനിക്ക് Acts 2 ബ്യൂട്ടിഫുൾ. അങ്ങനെ ഒരു മടങ്ങി വരും. അങ്ങനെ ഒരു മടങ്ങി വരും ഞങ്ങൾക്ക് തരണം.
നമുക്ക് പ്രാർത്ഥിക്കാൻ, we prepare for Holy Communion.